കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5 മയക്കുവെടിവെച്ചു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വനമേഖലയിൽ കയറിയാണ് മയക്കുവെടിവെച്ചത്. ആനയ്ക്ക് ഉടൻ പ്രാഥമിക ചികിത്സ നൽകും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. പാലക്കാട് നിന്ന് സാജിദ, മയക്കുവെടിവെച്ചോ എന്ന് മനസ്സിലാക്കുന്നു. ആന മയങ്ങിയോ? അവിടെ വെച്ച് തന്നെ ആയിരിക്കുമോ ഇതിന് ചികിത്സ നൽകുക? അമൃത, ഏറ്റവും നിർണായകമായ സമയമാണ് ഇപ്പോൾ. ആനയ്ക്ക് മയക്കുവടി ഏറ്റിരിക്കുന്നു. ഇനി ആന മയങ്ങുന്ന സമയമാണ്. അല്പസമയം ഇതിനായി വെയിറ്റ് ചെയ്യുകയാണ്. കുങ്കിയാനകൾ ഉൾപ്പെടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന കുങ്കിയാനയ്ക്ക് തൊട്ട് അപ്പുറത്തുള്ള പ്രദേശത്ത് വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. ആദ്യം ഒരു തവണ മയക്കുവെടി കൊണ്ടെങ്കിലും ആന കുറച്ച് ദൂരം പോയി. പിന്നീട് വീണ്ടും മയക്കുവെടി വെക്കുകയായിരുന്നു. ഇതിൽ ആന ഏതാണ്ട് മയങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘത്തിന് ഈ ആനയുടെ അടുത്തേക്ക് പോയി കണ്ണിൻ്റെ പഴുപ്പിനും മറ്റുമുള്ള പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയും. അതിനുശേഷമായിരിക്കും ബേസ് ക്യാമ്പിലേക്ക് മാറ്റുക. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ രണ്ട് കുങ്കിയാനകൾ ഇതിലേക്ക്, അതായത് ആംബുലൻസിലേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടിയാണ് കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത്. കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് ആനയ്ക്ക് നടക്കാൻ പോലും, അതായത് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പല സ്ഥലത്തും പോയി ആനയ്ക്ക് ശരീരം ഇടിക്കുകയും പരിക്കേൽക്കുകയും മറ്റും ചെയ്തിരുന്നു. അതുകൊണ്ട് എത്രത്തോളം ആനയുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുക. ഡോക്ടർ അരുൺ സക്രിയ, ഡേവിഡ് അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ ഉണ്ട്. ഇപ്പോഴെന്തായാലും കുങ്കിയാന ഈ ആനയ്ക്ക് മയക്കുവെടിയേറ്റ സ്ഥലത്തേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്. ഇപ്പോഴെന്തായാലും നിൽക്കുന്ന മരക്കൂട്ടത്തിന് തൊട്ടപ്പുറത്തായാണ് ഈ ദൗത്യ സംഘവും ഉള്ളത്. അതിന് തൊട്ടപ്പുറത്തായി ആന ഉണ്ട്. ഈ ആന പൂർണ്ണമായി മയക്കുവെടിയേറ്റ് മയങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമുക്കറിയാം, സാധാരണ ഈ വന്യമൃഗങ്ങളെയൊക്കെ മയക്കുവെടി വെക്കാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ PT5 കേസിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ദൗത്യം ഈ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞു അല്ലേ? തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ കാഴ്ച വളരെ കുറവായതുകൊണ്ട് തന്നെ ആനയ്ക്ക് അധികം ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. ഈ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ ആന ഓടുന്ന സമയത്തും മറ്റും പല മരങ്ങളിലും പോയി ഇടിക്കുകയാണ്. അങ്ങനെയാണ് ആനയ്ക്ക് കാഴ്ചാ പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഉൾവനത്തിലേക്ക് കയറി പോകാൻ കഴിയില്ല. ഈ ജനവാസ മേഖലയിൽ ആരോഗ്യ പ്രശ്നമായി തുടരുകയാണ്. അതുകൊണ്ടാണ് മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ ചികിത്സ സമയത്തിനുള്ളിൽ തന്നെ തുടരും. സാധാരണ അമൃത സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ അത് ദിവസങ്ങളെടുക്കും. PT7 പാലക്കാട് തന്നെ നടന്ന ദൗത്യമാണ്, അരിക്കൊമ്പൻ ദൗത്യമാണ്. ഇതിനൊക്കെ ഒരുപാട് PT7 വേണ്ടി ഒരാഴ്ചയിലധികം സമയമെടുത്ത് നിരീക്ഷിച്ച് വളരെ പതുക്കെ ആനയുടെ ഓരോ മൂവ്മെൻറ്റും പരിശോധിച്ചിരുന്നു. ഇതിൽ ഈ ആനയുടെ പരിശോധനകൾ നേരത്തെ നടന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ അരുൺ സക്രി ഉൾപ്പെടെയുള്ളവർ നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ വേഗത്തിൽ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. ആന മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ കണ്ണിൻ്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന് പരിശോധിക്കുകയും അതിനുവേണ്ട പ്രാഥമിക മരുന്നുകൾ നൽകുകയും ചെയ്യും. പിന്നീടാണ് ഈ അനിമൽ ആംബുലൻസിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുക. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണിന് പരിക്കേറ്റ PT5 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകാനുള്ള ഒരുക്കത്തിലാണ് വെറ്ററിനറി ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം.